ഹായ് ഗായ്സ്, വെൽക്കം ടു മൈ ചാനൽ. ഗായ്സ് നമ്മുടെ ചാനലിലെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഗായ്സ് നമ്മൊന്ന് വന്നേക്കാന്ന് വെച്ചാൽ എന്തായാലും വന്നേക്കാന്ന് പെരുന്നാളല്ലേ, നമ്മുടെ ഇന്ന് പെരുന്നാളാണ്. തൊണ്ടൊക്കെ അപ്പോൾ ഗായ്സ് എൻ്റെ ആപ്പിൻ്റെ കോസ്റ്റ്യൂമാണ് നിങ്ങൾ ഈ കാണുന്നത്. ഓ ആപ്പിൻ്റെ ഷൂ ഉണ്ടോ ഗായ്സ്? എൻ്റെ ഷൂ ആണ് എൻ്റെ അപ്പോൾ അവരൊക്കെ അവിടെ റെഡി ആയാലേ റെഡി ആയിക്കൊണ്ടിരിക്കണം. അപ്പോൾ നമുക്ക് അവരൊക്കെ റെഡി ആയിട്ട് നമുക്ക് നേരെ ഒരു വ്ളോഗ് എടുക്കാം. അപ്പോൾ അവരുടെ ഡ്രസ്സ് ഇന്നലെ ഡ്രസ്സൊക്കെ എടുത്ത വീഡിയോസൊക്കെ നമ്മൾ ഇട്ടിട്ടുണ്ടായി. അല്ല പിന്നെ എന്താ വെച്ചാൽ എല്ലാവർക്കും ഈദ് മുബാറക്ക്. ഈദ് മുബാറക്ക് പറഞ്ഞേ എല്ലാവർക്കും ഹൃദയം എന്ന് പറഞ്ഞാൽ ഈദ് മുബാറക്ക്. എല്ലാവർക്കും എൻ്റെ ഹൃദയം എന്ന് പറഞ്ഞാൽ ഈദ് മുബാറക്ക്. അപ്പോൾ സുഹൃത്തുക്കളെ, നമ്മളിപ്പോൾ ടെറസിൻ്റെ മേളിലാണ് നിൽക്കുന്നത്. ടെറസിൻ്റെ മേളിൽ വീഡിയോ എടുക്കാൻ വേണ്ടി ഒന്നാണ്. അപ്പോൾ നമുക്കിനി അവരൊക്കെ റെഡി ആയിട്ട് പിന്നെ നമ്മളിന്ന് കുറച്ച് സ്ഥലത്ത് പോകുന്നുണ്ട്. അതായത് കൊച്ചി പോകണമെന്ന് പറഞ്ഞാൽ പോകാൻ നിൽക്കുന്നുണ്ട്. പോകുമെന്ന് എനിക്കറിയില്ല. കൊച്ചി പോകണം, പിന്നെ കൊച്ചാട് വീട്ടിൽ പോകണം, നമ്മുടെ വീട്ടിൽ അത് പോകണമെന്നൊക്കെ പറയുന്നുണ്ട്. എനിക്കറിയില്ല, അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. ചിലപ്പോൾ പോയിരിക്കും. കഴിഞ്ഞ വർഷമൊക്കെ പോയതാണ്, അങ്ങനെ പോകും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. എന്താടാ നീ വലിയ ആളായില്ലേ? ഇവിടെ നീ വലിയ ആളായില്ലേ? എന്താ എനിക്കിനി പെരുന്നാൾ കിട്ടൂല. ചെറിയ പിള്ളേരെ പെരുന്നാൾ കിട്ടുള്ളൂ. എന്താണെന്നറിയോ? അയക്കായ എന്തൊക്കെയായിരുന്നു അഹങ്കാരത്. പൈസേ അപ്പോൾ നിനക്ക് പെരുന്നാപ്പടി ആരും തന്നില്ല? അപ്പം അതില്ല എൻ്റെ എന്തിനാ പൈസ ഇല്ലായതിന്? എൻ്റെ പൈസ ഇല്ലായതിന് അപ്പം ഞാൻ എന്ത് ചെയ്യും? ഓലമട തന്നാ മതിയാ? അവിടെ തെങ്ങ് വർഷം തന്നാ മതിയാ? അപ്പോൾ കഴിച്ച് നമുക്ക് താഴെ തന്നിട്ട് കാണാട്ടോ. അവരെല്ലാവരും റെഡി ആയിട്ട് നിൽക്കുന്നുണ്ട്. നമുക്ക് എന്തെങ്കിലും കാര്യമൊന്നുമില്ല, എല്ലാവരും സപ്പോർട്ടാണ്. ഇതൊരു പൊട്ടത്തരം കാണിച്ചിട്ടുണ്ട്. എന്താ കാണിക്കണേ? പിന്നെ പടം കാണാൻ വേണ്ടി ഇരിക്കണ ഗൈസ്. ബിരിയാണി സവാളായിക്കോട്ടെ റെഡി ആയിരുന്നു. പുറത്താരുമില്ല ഗൈസ് ഇന്ന് വീട്ടിനായിട്ട്. ഇതിൻ്റെ ഷൂ അപ്പോൾ നമ്മുടെ ബിരിയാണി കുറച്ച് ബിരിയാണി ചെറുതായിട്ട് ഓ ഇവന് ചാർജ് ചെയ്യണമെങ്കിൽ ഞാൻ ചാർജ് ചെയ്യണത് അതിന്റെ റീസൺ എന്ന് പറഞ്ഞിട്ട് ചൂട് മനുഷ്യനുണ്ട്. ചൂട് മനുഷ്യനാണ്ട് അതുകൊണ്ടാണ് ഇനി കാട്ടിലെങ്കിൽ എന്ത് ചെയ്യും? കാട്ടില്ലെങ്കിൽ വേറെ തൊലിക്കുന്നോ? ഒരു കാര്യം ചെയ്യുന്നതിന് കയറിട്ടതിന് മുമ്പ് കെട്ടിത്തരാം. പറിച്ചെടുക്കണോ? എന്താടാ ഈ ചെങ്ങാതിനെ കൊണ്ട് ഓഫാക്കിയത്? അതിനെ എങ്ങനെ എടുക്കും? അതിനെങ്ങനെ എടുക്കും? അപ്പൊ മൊഴി പോവും. കഴിച്ചേ ഒട്ടിയില്ല. തിരിച്ചോട്ട് വീണ്ടും വീണ്ടും വിട്ട് ഇളം കാറ്റായി തണലായി
എടാ ഇനി അതോടെ ഒട്ടിക്ക്, ഒട്ടിക്ക്. ഐഷേ ഇനി പാട്ടോടി. പാവപ്പെട്ട മനുഷ്യൻ. എനിക്കൊത്തിരി ഒരു മൈക്ക് മാത്രം പിടിക്കാതെ ഒരു പാട്ടോടെ നീ. അവൻ എന്നെ പാത്തി പാട്ടോടെ. ഇനി ഞാൻ പാടാതെ. ഞാൻ എടുക്കാൻ പോണ ഒരക്കാടെ. കുഞ്ഞിതൊക്കെ വായിച്ചിട്ടുണ്ട്, പക്ഷെ കുറച്ചെന്നെ നാൻ പറ്റുള്ളൂ, എണ്ണാൻ പറ്റില്ല. 15 വയസ്സ് അന്ന് വെള്ള പടിയിൽ മസാല ചിക്കൻ്റെ ചിക്കനാലും എനിക്കണ്ട. അതുപോലെ നല്ല ടേസ്റ്റ് കിട്ടാം. നേരിലേക്ക് മാറ്റൂലേ? ഓക്കെ, ബിരിയാണി ഒരു സെറ്റായി. ഇവനോട് ഇരിക്കാണ് മൂർക്കം പാമ്പ്. കൊച്ചു ടി വി കണ്ടോണ്ടിരിക്കണോ? എന്താണ് കൊച്ചിരിയുടെ പേരെന്താണ്? രുദ്രശിവേ.
ശിവ സൈക്കിളുള്ള ശിവേ ആ അതെപ്പോ ഇറക്കിയതാണ് ഐസൊക്കെ മാറ്റിയിട്ടുണ്ട്. നാളെ അമ്മ നല്ല ടേസ്റ്റ് ആയിക്കോല്ലേ അല്ലേ? എന്നുണ്ട് ഇതാർക്കണത്? കാല് പൊങ്ങിക്കണ്ട താത്തേക്ക്. ഫ്രീ ആണ് വാപ്പ പറഞ്ഞ ആദ്യപ്രകാരം ബിരിയാണി ഉണ്ടാക്കിയിരിക്കുന്നു. വാപ്പാക്ക നല്ല കറക്റ്റ് റൗണ്ടിൽ കിട്ടിയിട്ടുണ്ട്. അയാപ്പി തിരിഞ്ഞേ. ഒരു പാർക്കാൻ നിൽക്കട്ടോ. എന്താണ് നിങ്ങളുടെ അഭിപ്രായം പാർക്ക് തന്നെ? അഭിപ്രായം എന്താ? അടിപൊളിയാണ്. അടിപൊളിയാണ്. കടപ്പുറത്ത് വരുമ്പോൾ പ്രത്യേക ഒരു മണം, ഉപ്പിന്റെ മണം അല്ലേ അമ്മ? കടപ്പുറത്ത് വരുമ്പോൾ ഒരു പ്രത്യേക മണം, ഉപ്പിന്റെ മണം. അവർ നടന്നു ഒരു സാകർഷികമായ വർഷങ്ങൾക്കുള്ളിൽ വാപ്പയുടെ പുഞ്ചിരികളിൽ നിന്ന് നൽകുന്ന ദൃശ്യങ്ങൾ. ഒന്നുമില്ല, പാമ്പുണ്ട്. ഏത് നോക്ക്. ഓ ഫോർട്ട് കൊച്ചി പാർക്കാണ്. അസ്ന ബീച്ചിൽ വരെ എത്തിയിട്ടോ. അയ്യോ നമ്മുടെ ബീച്ച് ഇവിടെ അയാനെ അവരെ കണ്ടതിന് ശേഷം നമ്മ തിരിച്ചു അപ്പുറത്തെ അങ്ങോട്ടേക്ക് നടന്നു പോകണം കേട്ടോ. അല്ലേ എന്തിനു പറയണ്ട. എന്താ മേടിക്കണം? പോക്കോ ഐസ്ക്രീം എന്താ മേടിച്ചേ? ഐസ്ക്രീം ഉണ്ട്. ഓ പോയ കാര്യങ്ങളൊക്കെ പറ.
ആ ഞാൻ ദേഷ്യം പിടിച്ച് എന്നിട്ട് എനിക്ക് തോക്കാൻ തരില്ല ആ എനിക്ക് അങ്ങനെ പറ്റും എന്റെ കയ്യിലിട്ടുള്ള മന്തി ഈ പൊട്ടി ഓടാ അതിനാ അതിനാ തോക്ക് പിടിക്കണ്ടേ തിന്നു നീ തിന്ന് ഏതോ ഏതാടാ പൊട്ടിക്കാൻ പറ്റിയ എത്ര 50 രൂപ മതിയോ അയ്യ അങ്ങനത്തെ കണ്ടോ എല്ലാ വലുതെടുക്കാതെ ആ പൊട്ടിക്കും അതൊന്ന് പൊട്ടിച്ചാൽ കാണിച്ചു തരും ഒടിഞ്ഞിനെ പണിയാണ് കേട്ടോ അവിടുന്ന് ജോയിന്റ് ഇട്ടിനെ പണിയാണ് അത് തീപ്പെട്ടി മതിയോ പിന്നെ അത് ആ തോക്കാണ് ചെയ്യാനുണ്ടോ കൊണ്ടോട്ടോ ചിരി തീപ്പെട്ടി വേദാണ്ടോ ഓ അല്ല തീപ്പെട്ടി തീപ്പെട്ടിയില്ല തീപ്പെട്ടിയില്ലേ എടാ എനിക്ക് ഇത് മേടിച്ചോടാ അതിന്റെ ഉണ്ടുണ്ടാ ഇല്ലതാ ഏ 70 പറഞ്ഞേ പറ പൊട്ടിക്ക് താഴത്തേക്ക് പൊട്ടിക്ക് ഓ അല്ലല്ല അത് കൊറേ ഉണ്ട് ആ ഇനിയും കൊറേ ഉണ്ട് അവര് വേണ്ടിയിരിക്കണ് പുറകെ പോയി പഠിക്കും നേരിക്കണം അവിടെ പോയി പാട്ട് കൊടുക്കുക കേൾക്കട്ടെ ഉണ്ട് ആ ഉണ്ട് നന്ദി അയ്യേ പൊട്ടി പോയി ഉണ്ടടാ നിനക്കറിയില്ലേ ഇത് അവിടെ ഒരു ഫോട്ടോ എടുക്കണം പൊട്ടിക്കടാ പൊട്ടിക്ക് തലേവർ പുക പോയില്ല
അയ്യേ മാമ ഇസ് റോക്ക് റൈഡർ. മാപ്പിയൊന്ന് സ്പീഡ് പോയി മാമാനെ പോകുന്നുണ്ട്. ഓ ഒറ്റ കൈയൊക്കെ ഓടിക്കുന്നു. 50 ആരിത് ചുള്ളന്. അല്ലാ മാമ ഈ ബുള്ളറ്റിന്റെ പേരെന്ന് പറഞ്ഞോ. ഈ ബുള്ളറ്റിന്റെ പേര്. അപ്പോൾ ഗൈസ്, അപ്പോൾ നമ്മുടെ എല്ലാ പരിപാടികളും കഴിഞ്ഞു. നമ്മൾ ഇനി വീട്ടിലേക്ക് കൊണ്ടുവരണം. ഇപ്പോൾ നമ്മുടെ മാമയുടെ വീട്ടിലാണ് നിൽക്കുന്നത്. ഇനി നമ്മൾ നേരെ വീട്ടിലേക്കാണ് പോണത്. അപ്പോൾ ബാക്കിയുള്ള പരിപാടി കഴിഞ്ഞ് കടപ്പുറത്തൊക്കെ പോയി 2-3 വീട്ടിലൊക്കെ പോകണ്ട, എവിടെയൊക്കെ പോയിട്ട് വന്ന്. അപ്പോൾ വീഡിയോസൊക്കെ നിങ്ങൾ കണ്ടെന്ന് വിശ്വസിക്കുന്നു. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഡിസ്ലൈക്ക് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ വരും വരെ ബൈ. എല്ലാവർക്കും ഈദ് മുബാറക്. ലാസ്റ്റ് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ്, ബെൽ ഐക്കൺ അമർത്തുക. ബൈ.